السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നരകത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനും പല കാര്യങ്ങളും നമ്മൾ പഠിച്ചത് ഓർമ്മ പുതുക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ എന്തിനാണ്, ആദ്യം തന്നെ ചോദിക്കട്ടെ, സ്വർഗത്തിൽ പോകേണ്ട അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന, സ്വർഗം ലക്ഷ്യമായി വെച്ചിട്ടുള്ള, അതുമാത്രം നമ്മുടെ എയിമായി നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ എന്തിനാണ് നരകത്തെ പറ്റി പഠിക്കുന്നത്? നമ്മൾ നരകത്തിൽ പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊരിക്കലും നരകത്തിൽ പെട്ടുപോകാനോ അതിൻ്റെ വിറകായി തീരാനോ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരുപാട് കൽപ്പനകൾ, അത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കാൻ നമുക്ക് വലിയൊരു പ്രചോദനമാകുന്നതാണ് എന്ത്? നരകം എന്നുള്ളത്. നരകം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ചെയ്യുന്നതിനും ചെയ്യാതിരിക്കുന്നതിനും നമുക്ക് ഏറ്റവും അധികം പ്രചോദനമാകുന്ന ഒരു കാര്യമാണെന്ത്? നരകം എന്നുള്ളത്. എത്രത്തോളം നമ്മുടെ മനസ്സിന് താല്പര്യമുള്ള, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വേണ്ടെന്ന് വെക്കാനും, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ മടി തോന്നുന്ന, അല്ലെങ്കിൽ മനസ്സിന് വലിയ താല്പര്യം തോന്നാത്ത കാര്യങ്ങൾ നമുക്ക് കൃത്യമായി ചെയ്യാനും നമ്മുടെ മനസ്സിൽ രണ്ട് ഘടകങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, മൂന്ന് ഘടകങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന പോലെ ഒരു പക്ഷിയെ പോലെയാണ് നമ്മുടെ കൽബെന്ന്. ഒരു മുഅ്മിനിന്റെ കൽബെന്നുള്ളത് ഒരു പക്ഷിയെ പോലെയാണ്. ഈ പക്ഷി എന്നുള്ളത് അള്ളാഹുലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, പറന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. ഈ പക്ഷി അതിൻ്റെ തലയാണെന്ത്? മഹബ്ബത്ത് എന്നുള്ളത്. അതിൻ്റെ തലയാണ് മഹബ്ബത്ത്. മഹബ്ബത്ത് എന്ന് വെച്ചാൽ ഇഷ്ടം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. എന്നാൽ ഈ പക്ഷിയുടെ രണ്ട് ചിറകുകൾ, ഒന്ന് പ്രതീക്ഷ, റജാ, മറ്റൊന്ന് ഭയം, ഖൗഫ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു പക്ഷിക്ക് അതിൻ്റെ തല ഇല്ലെങ്കിൽ അത് പറക്കുമോ? രണ്ട് വലിയ ചിറകുകളുള്ള ഒരു പക്ഷി, പക്ഷെ ആ പക്ഷിക്ക് തലയില്ല. ആ പക്ഷി അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുമോ? ഇല്ല. ഇതേപോലെയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇഷ്ടം, മഹബ്ബത്ത് മനസ്സിൽ ഉറച്ചിട്ടില്ലാത്ത, അത് മറ്റെല്ലാ ഇഷ്ടങ്ങളെക്കാളും അതിജയിച്ചിട്ടില്ലാത്ത ഒരാളുടെ അവസ്ഥ ഇതാണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, വളരെയധികം വലിയൊരു തലയുള്ളൊരു പക്ഷി, വലിയ ഉടലൊക്കെയുള്ളൊരു പക്ഷി, പക്ഷെ ആ പക്ഷിക്ക് എന്തില്ല? ചിറകുകളില്ല. അല്ലെങ്കിൽ ചിറകുകളുണ്ട്, ഒരു ചിറക് വലിയൊരു ചിറകും മറ്റേ ചിറക് ചെറിയൊരു ചിറകുമാണ്. ഇങ്ങനെയാണെങ്കിൽ ആ പക്ഷിയുടെ അവസ്ഥ എന്തായിരിക്കും? ആ പക്ഷിക്ക് പറക്കാൻ സാധിക്കുമോ? ഇല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെയാണ്. നമ്മളുടെ അള്ളാഹുലേക്കുള്ള സഞ്ചാരം എന്നുള്ളത് ഈ പക്ഷിയുടെ ചിറകുകളും അതിൻ്റെ തലയും പോലെ നമ്മുടെ ഹൃദയത്തിൽ എത്രത്തോളം മഹബ്ബത്തുണ്ടോ, എത്രത്തോളം ഖൗഫ് ഉണ്ടോ, എത്രത്തോളം റജാ ഉണ്ടോ, അതുപോലെ അതിനനുസരിച്ച് എന്ത് ചെയ്യും? വ്യത്യാസപ്പെടും. അതിനനുസരിച്ച് വ്യത്യാസപ്പെടും. എന്നുവെച്ചാൽ അങ്ങേയറ്റം ശക്തിമത്തായ തലയും ഒരേപോലത്തെ വലിപ്പമുള്ള രണ്ട് വലിയ ചിറകുകളുള്ളൊരു പക്ഷി
ആ പക്ഷി പറക്കുന്നത്ര വേഗത്തിൽ മറ്റാർക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, പറന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. നമ്മൾക്ക് അള്ളാഹുവിന്റെ തൃപ്തിയിലായി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതേപോലെ ഈ 3 കാര്യങ്ങളും ഇതേ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രൂപത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങേയറ്റത്തെ പേടിയും അങ്ങേയറ്റത്തെ പ്രതീക്ഷയും അതിനെല്ലാത്തിനും ഉപരി റബ്ബിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും ഈ രൂപത്തിൽ നമ്മുടെ ഹൃദയമാകും ആയിക്കഴിഞ്ഞാലേ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. ഏറ്റവും നല്ല രൂപത്തിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇതിലേതെങ്കിലും എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ എന്ത് ചെയ്യും, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. ഏതുപോലെ, ഒരു പക്ഷി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന് 2 ചിറകുകളിൽ ഒന്ന് വളരെ വീക്കാണ്, അല്ലെങ്കിൽ വളരെ വലിപ്പം കുറവാണ്. ഈ പക്ഷിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നേരെ സഞ്ചരിക്കാൻ സാധിക്കില്ല. പക്ഷിക്ക് ഒരിക്കലും നേരെ സഞ്ചരിക്കാൻ സാധിക്കില്ല. എന്നതുപോലെ തന്നെ നമുക്കൊരിക്കലും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതിന് നമ്മുടെ ശരിയായ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാര്യമാണെന്ത്, ഖൗഫും റജാവും, ഭയവും പ്രതീക്ഷയും. അപ്പൊ പ്രതീക്ഷ എന്തിലാണ്? സ്വർഗത്തിലാണ്. അള്ളാഹു നമ്മൾക്ക് എന്ത് ചെയ്യും, അവന്റെ വിശാലമായ റഹ്മത്തിലാണ്. അവൻ നമ്മൾക്ക് എന്ത് ചെയ്യും, നമ്മുടെ തെറ്റുകൾ പുറത്തു തന്നേക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ അവൻ നമ്മളിൽ നിന്ന് സ്വീകരിച്ചേക്കും. അങ്ങനെ അവന്റെ അപാരമായ റഹ്മത്ത് കാരണത്താൽ അവൻ നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കും. ഈ ഒരു പ്രതീക്ഷ, അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിൽ അതേ അളവിൽ തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യമാണെന്ത്, ഭയം എന്നുള്ളത്, പേടി എന്നുള്ളത്. ഞാൻ ചെയ്ത ഇബാദത്തുകൾ എന്നിൽ നിന്ന് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്വീകരിച്ചിട്ടുണ്ടാവാം, റബ്ബ് എന്ത് ചെയ്യാം, അത് സ്വീകരിക്കാതെ അത് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടാവും, പാഴാക്കി കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ റബ്ബിന് നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കേണ്ട ഒരു നിർബന്ധിത അവസ്ഥയൊന്നും വരുന്നില്ല. നമ്മുടെ ഇബാദത്തുകൾ റബ്ബിന് സ്വീകരിക്കേണ്ട നിർബന്ധിത അവസ്ഥ വരില്ലോ. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിച്ചാലേ റബ്ബിന് അവന്റെ അധികാരം നിലനിൽക്കുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുക എന്നുള്ളത് റബ്ബിന് ഒരു നിർബന്ധവും ഇല്ലാത്ത കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ, അത് നമ്മൾ കുറെ തൗബ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ ആ തൗബ ഇസ്തിഗ്ഫാർ നമ്മൾ റബ്ബ് അത് സ്വീകരിച്ചുവോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരു വേള നരകത്തിലേക്ക് എത്തിയേക്കാം എന്ന പേടി നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ അലട്ടേണ്ടതുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ആ ഒരു പേടി നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഞാൻ നരകത്തിൽ പോയേക്കാം എന്ന പേടി നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ വലിയ അപകടത്തിലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തെറ്റുകൾ പറ്റുന്നുണ്ടോ ഇല്ലയോ, ചിലപ്പോൾ നമുക്ക് തെറ്റുകൾ പറ്റുന്നത് കുറവായിരിക്കാം, ഇബാദത്തുകളൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ഞാനൊന്നും ഇനി ഒരിക്കലും നരകത്ത് പോവാൻ പോകുന്നില്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും സലഫുകളുടെയും മാതൃക ഈ വിഷയത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്. അവരൊക്കെ എപ്പോഴും എൻ്റെ റബ്ബ് എന്നെ ശിക്ഷിച്ചേക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പോയേക്കുമോ, അല്ലെങ്കിൽ ഞാൻ എന്നെക്കാൾ മോശപ്പെട്ട മറ്റാരും ഇവിടെ ഇല്ല ഈ ദുനിയാവിൽ എന്നൊക്കെ രൂപത്തിലാണ് എന്ത് ചെയ്യാറ്, ചിന്തിക്കാറ്. ഇപ്പൊ ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയണം, അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം വെപ്രാളപ്പെട്ട് ബേജാറായിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അതായത് ഒരു കാർമേഘം എന്ന് പറയുമ്പോൾ ആകാശത്ത് മഴയുടെ ഒരു മേഘം ഇത് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മേഘത്തെ കണ്ട് വെപ്രാളപ്പെട്ട് വളരെയധികം വിഷമത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായാണ്. ഈ കാഴ്ച കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് റസൂൽ, എന്താ പറ്റിയത്, എന്താ വിഷയം, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താണെന്നറിയോ,
അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിച്ച പല സമൂഹങ്ങളെയും നശിപ്പിച്ചത് ഇതുപോലത്തെ പല മേഘങ്ങൾ അയച്ചിട്ടാണ്. ഇതുപോലൊരു ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ മേൽ അവതരിപ്പിച്ചതാണോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വെപ്രാളം പെടുന്നത്. അതുകൊണ്ടാണ്. ആരാണ് നമ്മൾ പറഞ്ഞു ശ്രദ്ധിക്കണം, ഇത് പറയുന്നത് ആരാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് ഇത്രയധികം ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ഭയപ്പെടേണ്ട ആളുകളാണ് അല്ലെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അബൂബക്കറിനെ പിന്നാലെ പിന്തുടർന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അബൂബക്കർ ഒരു മതിലിനപ്പുറത്തും ഉമർ ഇപ്പുറത്തും. ഉമർ ഇബ്നുൽ ഖത്താബ് അബൂബക്കർ സംസാരിക്കുന്ന സംസാരം മതിലിനിപ്പുറത്ത് വെച്ച് കേൾക്കുക. അബൂബക്കർ വിചാരിക്കുന്ന ആരും ഇല്ലെന്നാ, ഒറ്റയ്ക്കായെന്ന് വിചാരിച്ച് അബൂബക്കർ ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്. ആ സംസാരം ഉമർ ഇബ്നുൽ ഖത്താബ് ഇപ്പുറത്ത് മറിഞ്ഞപ്പുറത്ത് കേൾക്കുകയാണ്. എന്താ അബൂബക്കർ പറയുന്ന സംസാരം? എന്താ? അബൂബക്കർ തന്റെ നാവ് ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, നീ ഇതിനെ സൂക്ഷിച്ചോ, നീ ഇതിനെ സൂക്ഷിച്ചോ, നിന്നെ പല അപകടങ്ങളിലും ചെന്ന് ചാടിച്ചിട്ടുള്ളത് ഇതാണ്, നിന്നെ പല അപകടങ്ങളിലും ചെന്ന് ചാടിച്ചിട്ടുള്ളത് ഈ ഒരു അവയവമാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് തന്റെ കാര്യം ആലോചിച്ച് വിഷമിക്കണം, ഞാൻ ഇത് കാരണത്താൽ നരകത്തിലേക്ക് എത്തുമോ എന്ന് ആലോചിച്ച് പേടിച്ചിട്ട് അദ്ദേഹം സ്വയം കുറ്റപ്പെടുത്തുക. ഇതാര് കേൾക്കുകയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേൾക്കുക. ഇതുപോലെ എത്ര സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സലഫുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾക്ക് അറിയിച്ചു തരുന്നത് വിജയിച്ച ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അത് സഹാബത്തായിക്കോട്ടെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്കെല്ലാവർക്കും പൊതുവിൽ ഉണ്ടായിരുന്ന ഒരു ക്വാളിറ്റിയാണ് എന്ത്? അവർ നരകത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം പേടിച്ചിരുന്നാണ്. എനിക്ക് അള്ളാഹുവിന് ശിക്ഷ ലഭിച്ചേക്കുമോ, അതിനെനിക്ക് എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് റബ്ബിന് ശിക്ഷ കിട്ടാൻ അങ്ങേയറ്റം ചാൻസ് ഉണ്ട് എന്ന രൂപത്തിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആളുകളായിരുന്നു അവർ. അല്ലാണ്ട് പല ആളുകളും നരകത്തെ പറ്റി കേൾക്കുമ്പോൾ അതിങ്ങനെ പല ആളുകൾക്കും തൗഹീദില്ലാത്ത, ഈമാനില്ലാത്ത ഏതൊക്കെയോ ആളുകൾക്ക് എന്ന് വെച്ചാൽ അവനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് അവനതിനെ കണക്കാക്കുന്നേ ഇല്ല. വേറെ പലർക്കും കിട്ടിയേക്കാവുന്ന ഒരു ശിക്ഷയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകൾ നരകത്തെ പറ്റിയിട്ടുള്ള വിഷയം കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. നമ്മൾ ഓരോരുത്തരും നമ്മളെ ബാധിക്കാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വളരെ സുന്ദരമായൊരു ഹദീസാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? സ്വർഗം നിങ്ങളുടെ ഓരോരുത്തരുടെയും കാലിലെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തതാണ്. സ്വർഗം നിങ്ങൾ ഓരോരുത്തരുടെയും കാലിലെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങളോട് അടുത്തതാണ്. നരകവും അങ്ങനെ തന്നെ, നരകവും അങ്ങനെ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരിക്കലും റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, തൗവാബാണ്, കരീമാണ് എന്നുള്ളത് നമ്മളെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ വഞ്ചിച്ച് കളയരുത്. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്തിനെ പറ്റി പറഞ്ഞപ്പോഴൊക്കെയും അവന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം. അള്ളാഹ് പറയാം, റസൂലെ എൻ്റെ അടിമകൾക്ക് താങ്കൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു? എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. തീർച്ചയായും ഞാൻ തന്നെയാണ് അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം റഹ്മത്ത് ചെയ്യുന്നവനും ഞാൻ തന്നെയാണ്. അതിനോടൊപ്പം എന്ത് പറഞ്ഞു കൊടുക്കണം? വ അന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എൻ്റെ ശിക്ഷ അത് അങ്ങേയറ്റം വേദനയുള്ള ശിക്ഷയാണെന്നും റസൂലെ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ ഒരേപോലെ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരിക്കലും എന്താകരുത്, പല ആളുകളും ചിന്തിക്കുന്ന പോലെ ഞാനിനി മരിക്കേണ്ട താമസമുള്ളൂ സ്വർഗത്തിലേക്ക് എത്താൻ. പല ആൾക്കാരും ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, ഞാൻ സ്വർഗത്തിൽ പോയിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവിടുത്തെ ആ പുഴയെന്ന് കുടിക്കണം, ഇവിടെ ഈ ഒരു മണിമാളികയിൽ കയറണം, അവിടെ ഇങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇത് കാണണം. പലരും അവന്റെ ജീവിതത്തിൽ പ്ലാൻ ചെയ്യണം. അവനെന്തോ സ്വർഗത്തിലേക്ക് എന്തോ സീറ്റ് എന്തോ ഗ്യാരണ്ടി ചെയ്തതുപോലെ, ആരോ ഉറപ്പ് കൊടുത്തതുപോലെ. അതൊക്കെ നമ്മുടെ ഈമാൻ വളരെ ദുർബലമാണെന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണ്. മറിച്ച് ഞാൻ നരകത്തിലേക്ക് പെട്ടുപോയേക്കുമോ
നരകശിക്ഷ എന്നെ ബാധിച്ചേക്കുമോ? അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, ഞാൻ ഒരു മരമായിരുന്നെങ്കിൽ, ഒരു മരത്തിന്റെ കഷ്ണമായിരുന്നെങ്കിൽ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിന്റെ അവസാന കാലഘട്ടം. എന്താണ് അവർ അതിന് പറഞ്ഞ കാരണം? എന്താ? എനിക്ക് വിചാരണ ഉണ്ടാവില്ലല്ലോ, എനിക്ക് ഒരു മരത്തിന്റെ കഷ്ണമായിരുന്നെങ്കിൽ ഞാനെങ്കിൽ എനിക്ക് വിചാരണ ഉണ്ടാകില്ലായിരുന്നു. ആ വിചാരണ ഞാനത് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെട്ടേക്കും എന്ന പേടി കാരണത്താൽ അവരെന്ത് ചെയ്യണം? ആയിഷ റളിയല്ലാഹു അൻഹ ഞാനൊരു മരത്തിന്റെ കഷ്ണമായിരുന്നെങ്കിൽ എന്ന് വിലപിക്കാറുള്ളത്. അതിന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് നമ്മുടെ സലഫുകളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരെയും ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്? നരകം എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? ഹുഫത്തിൽ ജന്നത്തു ബിശ്ശഹവാത്ത് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത് വഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരി. നരകം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നഫ്സിൽ റബ്ബ് നമുക്ക് ആഗ്രഹമുള്ള, താല്പര്യമുള്ള കാര്യങ്ങളായി നിശ്ചയിച്ചതാ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നരകത്തിന് ചുറ്റും റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. നരകം വലയം ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ബൗണ്ടറിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഫിത്തറത്തിൽ റബ്ബ് ഷഹവത്തായി നിശ്ചയിച്ച കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ പുറകെ കണ്ണടച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എവിടേക്ക് എത്താൻ സാധിക്കും? നരകത്തിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളുടെയും താല്പര്യങ്ങളുടെയും പുറകെ നമ്മൾ ആളുകൾ ക്യാമ്പസിലൊക്കെ പറയും ഫോളോ യുവർ ഹാർട്ട്. നീ നിന്റെ നിന്റെ മനസ്സെന്താണോ നിനക്ക് തോന്നിപ്പിക്കുന്നത് അതിന്റെ പുറകെ പോയിക്കും, മറ്റൊന്നും നിനക്ക് തടസ്സമാകേണ്ടതില്ല എന്ന് പറയാം. അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ എവിടേക്ക് എത്തും? നരകത്തിലേക്ക് എത്തും. കാരണം നമ്മുടെ ഫിത്തറത്തിൽ അള്ളാഹു ഷഹവത്തായി നിശ്ചയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ നരകം വലയം ചെയ്തിട്ടുള്ളത്. അതൊരു രസകരവും എന്നാൽ പേടിപ്പെടുത്തുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗവും നരകവും ആദ്യം സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിച്ചിട്ട് മലക്കുകളോട് എന്ത് ചെയ്യാൻ പറയും? ഇത് രണ്ടും നോക്കിയിട്ട് വരാൻ പറയും. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളൊക്കെ നിശ്ചയിച്ച് നരകത്തിലെ ശിക്ഷകളൊക്കെ നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യണം? മലക്കുകളോട് ഈ രണ്ട് സ്ഥലങ്ങളും സ്വർഗവും നരകവും പോയി നോക്കിയിട്ട് വരാൻ പറയും. ആദ്യം മലക്കുകൾ അത് പോയി നോക്കിയിട്ട് വരുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്താണ് എൻ്റെ സ്വർഗവും നരകവും എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ പറയും, ഈ സ്വർഗത്തെ പറ്റി ആര് കേട്ടാലും അവൻ അതിലേക്ക് എത്താതിരിക്കൂല. ആരെങ്കിലും ഈ സ്വർഗത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ അവിടേക്ക് എത്തും, എന്തായാലും എത്തും. അതുപോലെ തന്നെ ആരെങ്കിലും ഈ നരകത്തെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും ഈ നരകത്തിന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുന്നു. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യും? ഈ നരകത്തിന് ചുറ്റും ഷഹവത്തുകൾ നിശ്ചയിക്കും. നരകത്തിന് ചുറ്റും അതിന്റെ ബൗണ്ടറി ആയിട്ട് എന്ത് നിശ്ചയിക്കും? ഷഹവത്തുകൾ നിശ്ചയിക്കും. സ്വർഗത്തിനു ചുറ്റും മനസ്സിന് ഇഷ്ടമില്ലാത്ത, മനസ്സിന് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ സ്വർഗത്തിന് ചുറ്റും നിശ്ചയിക്കും. എന്നിട്ട് ഒന്നുകൂടി മലക്കുകൾ പറഞ്ഞയക്കും. എന്നിട്ട് മലക്കുകളെ ഒരിക്കൽ കൂടി പറഞ്ഞു, ഇനി ഒന്ന് നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയും. അപ്പൊ മലക്കുകൾ പോയി നോക്കിയിട്ട് വന്നിട്ട് എന്താ പറയാന്നറിയോ? ശ്രദ്ധിക്കേണ്ട വാക്കാണ്. മലക്കുകൾ പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാം, അല്ലാഹുവേ, നിന്റെ അടിമകളിൽ ഒരാളും സ്വർഗത്തിലേക്ക് എത്തുകയില്ല എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. നിന്റെ അടിമകളിൽ എല്ലാവരും നരകത്തിൽ ചെന്ന് വീണേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് പറയാണ്? മലക്കുകൾ പറയണം. നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ ആളുകൾ അത് കൂടുതലും സ്വർഗത്തിന്റെ ആളുകൾ കുറച്ചും നിശ്ചയിച്ചത്. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ച സമയത്ത് ആദമിനോട് പറയുന്നുണ്ട് അള്ളാഹു, നിന്റെ സന്താനങ്ങളിൽ നിന്ന് നരകത്തിലേക്കുള്ളവരെ മാറ്റി നിർത്തുക, സ്വർഗത്തിലേക്കുള്ളവരെയും മാറ്റി നിർത്തുക എന്ന് അള്ളാഹു ആദമിനോട് കൽപ്പിക്കുന്നത്. അപ്പൊ ആദം അലൈഹി ചോദിക്കുക, എങ്ങനെയാണ്, ആരാണ് അവര്, എന്താണ് എന്റെ ചോദിക്കുമ്പോൾ, വിശദാംശം ചോദിക്കുമ്പോൾ
അള്ളാഹു പറഞ്ഞു കൊടുക്കുക, നിന്റെ സന്താനങ്ങളിൽ 1000 പേരിൽ ഒരാൾ മാത്രമാണ് എവിടേക്കുള്ളത്? സ്വർഗത്തിലേക്കുള്ളത്. ബാക്കി 999 നരകത്തിലേക്കാണ്. ബാക്കി 999 നരകത്തിലേക്ക്. അപ്പോ നരകക്കാരാണ് കൂടുതൽ. നരകക്കാരാണ് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ നരകക്കാരാണ്. സ്വർഗക്കാർ വളരെ കുറവാണ്. ചില സന്ദർഭങ്ങളിൽ സ്വർഗക്കാരുടെ എണ്ണം കുറച്ച് കൂടിയേക്കും. പക്ഷെ അതിന്റെ അർത്ഥം എന്തല്ല? ദുനിയാവ് മൊത്തം അല്ലെങ്കിൽ കൂടുതൽ ആളുകളും സ്വർഗത്തിലേക്കുള്ള ആളുകളാണ് എന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കരുതരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ബദഅൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ ഫതൂബാ ലിൽ ഗുറബ. ഇസ്ലാം തുടങ്ങിയത് എങ്ങനെയാ? അപരിചിതമായിട്ട്, വളരെ ചുരുക്കം ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതായി മാറും. ശരിയായ ഇസ്ലാം കൃത്യമായി പാലിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മുടെ ചിന്തയെ അലട്ടിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട, എപ്പോഴും നമ്മുടെ ചിന്തകൾ അത് കറങ്ങിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്ത്? നരകം എന്നുള്ളത്. ഈ നരകത്തെ സംബന്ധിച്ച് ഒരുപാട് വിശേഷണങ്ങൾ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. ധാരാളം വിശേഷണങ്ങൾ. അതിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഗുണപാഠങ്ങളുള്ള പല മേഖലകളും പല കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ് വേഗത്തിൽ ഇവിടെ സൂചിപ്പിക്കാം. ഒന്നാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നരകത്തിന്റെ പേരുകൾ അത് ഖുർആനിൽ ധാരാളം വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. നരകത്തിന്റെ പേരുകൾ ഖുർആനിൽ ധാരാളം വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ആയത്തുകളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ പേരുകളിൽ നരകത്തിന്റെ പരാമർശം വന്നിട്ടുള്ളത്? നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവനെ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നായി ഈ നരകം മാറുക എന്നുള്ളതാണ്. മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അവനെ സ്വാധീനിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഖുർആൻ വായിക്കുമ്പോൾ പല പേരുകളിൽ, പല വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത വിശേഷണങ്ങളിൽ ഖുർആനെ സംബന്ധിച്ച് ഒരുപാട് പരാമർശം കടന്നു വരിക എന്നുള്ളത് അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ ഈ ഒരു ചിന്ത നിലനിർത്തുന്ന കാര്യമായി മാറ്റാൻ വളരെയധികം സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സംബന്ധിച്ച് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൽ പറയുന്നുണ്ട്. മാലിക് യൗമിദ്ദീൻ എന്ന ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കടന്നു വരുന്ന പല മേഖലകളിലും എന്ത് ചെയ്യുന്നുണ്ട്? ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനകൾ ഒന്നാണ് റബ്ബന ആതിന ഫിദ്ദുന്യ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് നമ്മളുടെ ഹൃദയത്തിലും മനസ്സിലും നരകത്തെ സംബന്ധിച്ചുള്ള ചിന്ത, ആ ഒരു ബോധം നിലനിർത്തുക, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യം. വളരെയധികം പ്രധാനപ്പെട്ട, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലക്ഷ്യം, നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം അത് നിലനിർത്താൻ വളരെയധികം സഹായകരമാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുകൾ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നരകത്തെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് പേരുകളിലേക്കൊന്നും കടക്കുന്നില്ല. ആ പേരുകൾ അറിയിക്കുന്ന ചില, പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്? അങ്ങേയറ്റം ചൂടുള്ള തീയാണെന്ത്? നരകം എന്നുള്ളത്. അങ്ങേയറ്റം ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവിൽ
സങ്കല്പിക്കാൻ സാധിക്കുന്ന ചൂടിന്റെ 70 ഇരട്ടിയാണ് നരകത്തിലെ ചൂട്. നമുക്ക് ഈ ദുനിയാവിൽ സങ്കല്പിക്കാൻ സാധിക്കുന്ന ചൂടിന്റെ 70 ഇരട്ടിയാണ് നരകത്തിലെ ചൂട്. നമ്മൾ ഏറ്റവും ആദ്യം നരകത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്, അതിന്റെ ചൂട് അങ്ങേയറ്റം കഠിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആളെ സംബന്ധിച്ച് ഹദീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ശിക്ഷ? എന്ത് ശിക്ഷ? തീ കൊണ്ടുള്ള ചെരുപ്പുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ചെരുപ്പ് നമ്മൾ എവിടെ ധരിക്കുക? എവിടെ ധരിക്കുക? കാലിന്റെ അടിഭാഗത്താണ്. കാലിന്റെ അടിഭാഗത്താണ്. പക്ഷെ ഈ ഏറ്റവും ലഘുവായ ശിക്ഷ അത് ഏറ്റുവാങ്ങുന്ന ഒരാൾ, അയാളുടെ കാലിന്റെ അടിഭാഗത്ത് ഈ ചൂട് തട്ടുമ്പോൾ ആ ചൂടിന്റെ കാഠിന്യം എവിടെ വരെ എത്തും? അയാളുടെ തലച്ചോറ് വരെ. തലച്ചോറ് എവിടെയാ? ഏറ്റവും മുകളിലാ. ചെരുപ്പ് ധരിക്കുക ഏറ്റവും താഴെയാണ്. ഏറ്റവും താഴെ നിന്ന് ആ ചൂട് തലച്ചോറ് തിളയ്ക്കുന്ന ഏറ്റവും മുകൾ ഭാഗം വരെ എത്തുന്നുണ്ടെങ്കിൽ അതെന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താ? നമ്മളിപ്പോ നമ്മുടെ വീട്ടിലെ ഭാര്യമാരോടോ ഉമ്മമാരോടൊക്കെ ചോദിച്ചാൽ, അടുക്കളയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, ഒരു വസ്തുതയാണെന്ത്? ഒരു കാര്യം ചൂടാക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുകൾ ഭാഗം ചൂടാകുന്നുണ്ടെങ്കിൽ അതെന്തിനറിയിക്കുന്നുണ്ട്? അതിന്റെ താഴെയൊക്കെ ചൂടാകുന്നുണ്ടാവും. അതിന് താഴെയൊക്കെ ചൂടാകുന്നുണ്ടാവും. നമ്മൾ പലപ്പോഴും പല ആളുകൾ ഈ ഹദീസ് കേൾക്കുമ്പോൾ ചിന്തിക്കുക എന്താ, കാലിനടിയിൽ ചെരുപ്പ് ധരിച്ചാൽ തലച്ചോറ് മാത്രം തിളയ്ക്കുന്ന, അങ്ങനെയാണോ? അല്ല. തലച്ചോറ് തിളയ്ക്കുമെങ്കിൽ പിന്നെ കാലിനും തലച്ചോറിനും ഇടയിൽ പിന്നെ എന്താ തിളയ്ക്കാതെ ബാക്കി ഉണ്ടാവുക? എന്തെങ്കിലും ബാക്കി ഉണ്ടാവും? ഒരിക്കലും ബാക്കി ഉണ്ടാവില്ല. ഏറ്റവും താഴെ ഭാഗത്തുള്ള ചൂട് നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും മേൽഭാഗത്ത്, ഏറ്റവും ഉള്ളിലുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലത്തുള്ള തലച്ചോറിനെ വരെ തിളപ്പിക്കുമെങ്കിൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ തിളയ്ക്കാതെ എന്താണ് ബാക്കി ഉണ്ടാവുക? പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഇതാണ് ഏറ്റവും ലഘുവായ ശിക്ഷ. ഏറ്റവും ലഘുവായ വെച്ചാൽ താരതമ്യേന ഏറ്റവും ലഘുവായ ശിക്ഷ ഏതാണ്? നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പലപ്പോഴും ദുനിയാവിൽ പല തീയോ മറ്റോ ഒക്കെ പൊള്ളലൊക്കെ ഏറ്റിട്ടുള്ള ആളുകൾക്കറിയാം, ആ പൊള്ളൽ നമ്മുടെ ശരീരത്തിൽ തട്ടി ആ വേദന നമ്മളിൽ ഉണ്ടാകുന്ന സമയം കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ചില ഒരു തീപിടുത്തത്തിൽപ്പെട്ട ആളുകളോ അങ്ങനത്തെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകൾക്കറിയാം, ആ ശരീരത്തിൽ ഒരു പ്രത്യേക സന്ദർഭം, അതായത് തീ കത്തിപ്പിടിച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേദന അറിയില്ല. അവരുടെ ശരീരത്തിന്റെ തൊലി ഉരുകിപ്പോയിട്ടുണ്ടാവും, അവരുടെ എല്ലും ഇറച്ചിയൊക്കെ മാംസമൊക്കെ പുറത്ത് കാണുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ ശരീരത്തിൽ വേദന ഉണ്ടാവൂല കുറച്ച് സമയം കഴിഞ്ഞാൽ. അതെന്തുകൊണ്ടാ? നമ്മുടെ ശരീരത്തിലേക്ക് വേദന എത്തിക്കുന്നതിന് അവയവം ഏതാ? തൊലിയാണ്, സ്കിന്നാണ്. ഈ സ്കിൻ ഉണ്ടെങ്കിൽ എന്തറിയുള്ളൂ? വേദന അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിച്ച കാര്യമാണെന്ത്? ഈ നരകക്കാർക്ക് മുഴുവനും തീ കത്തി അവരുടെ തൊലി ഉരുകി പോകുമ്പോഴൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവർക്ക് പുതിയ തൊലി ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. അവരുടെ തൊലി എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും കരിഞ്ഞ് ഇല്ലാതായി തീരുന്നില്ല. കരിഞ്ഞ തീ അതിൽ പടർന്നു പിടിച്ച് അത് കുരുകിപ്പോയി നശിച്ചു പോകുമ്പോഴേക്കും പുതിയ തൊലി എന്ത് ചെയ്യാണ്? അവിടെ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും തൊലി ഇല്ലാത്തൊരവസ്ഥ, വേദന ഇല്ലാത്തൊരവസ്ഥ നരകത്തിൽ ഉണ്ടാവുന്നില്ല. ശ്രദ്ധിക്കണം, ഓരോ സെക്കൻഡും വേദനയാണ്. വേദന ഇല്ലാത്തൊരു സമയം അവിടെ കടന്നു പോകുന്നില്ല. ദുനിയാവിൽ ഒരാൾ അങ്ങനെ തീയിൽ വീഴ്ത്തപ്പെട്ട് കഴിഞ്ഞാൽ, തീപിടുത്തത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അവന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാവില്ല. കാരണം അവന്റെ തൊലി അവിടെ എന്ത് ചെയ്തു? കരിഞ്ഞു പോയി, അതല്ലെങ്കിൽ അത് ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ വേദന ഇല്ലാത്തൊരു സെക്കൻഡ് പോലും ഉണ്ടാകുന്നില്ല. ഈ തീ എന്ത് ചെയ്യുന്നു? അവന്റെ ശരീരത്തിൽ പിടിക്കുന്നു. ആ തീ അവന്റെ തൊലിയെ ഉരുക്കി കളയുന്നു.
ഉരുകുമ്പോൾ പുതിയ പുതിയ തൊലി എന്ത് ചെയ്യുന്നു? അവരെ വീണ്ടും ഇട്ടുകൊടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്ന് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കണം, ഈ ചൂട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവിന്റെ ചൂടിന്റെ ഏറ്റവും മാക്സിമം ചൂടിന്റെ 70 ഇരട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു 6 അടി പൊക്കത്തിലല്ല അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യുക? നമ്മളെ നരകത്തിലേക്ക് എത്തിക്കുക. പക്ഷെ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു ഹൈറ്റും വെയിറ്റിലല്ല നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹു സുബ്ഹാനഹു നമ്മൾ നരകത്തിലേക്ക് ഇടുക. എന്താ കാരണം? എന്താ കാരണം? നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വളരെ വലിയ രൂപത്തിലേക്ക് വലിച്ചു നീട്ടും. വലിയ രൂപം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ നരകക്കാരൻ, അവന്റെ തൊലിക്കട്ടി മാത്രം, തൊലിയുടെ കട്ടി, ഇന്നിപ്പോ തൊലിക്കട്ടി എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്ററോ അത്ര ഉണ്ടാവുള്ളൂ. നരകക്കാരന്റെ തൊലിക്കട്ടി മാത്രം 3 ദിവസത്തെ വഴിദൂരം ഉണ്ടാവും. ഇവിടുന്ന് നമ്മൾ സഞ്ചരിച്ചു തുടങ്ങുകയാണ്. 3 ദിവസം സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം എത്തുമോ അത്രയും ദൂരം നരകക്കാരന്റെ തൊലിയുടെ കട്ടി, ഒരാളുടെ, എല്ലാ നരകക്കാരന്റെ തൊലിയും ചേർത്ത് വെച്ചിട്ടല്ല, ഒരൊറ്റ നരകക്കാരന്റെ തൊലിക്കട്ടി മാത്രം അത്രയും ഉണ്ടാവും. അത്രയും വലുതാക്കിയെങ്കിലേ അവന് നരകത്തിന്റെ ചൂട് അനുഭവിക്കാനും അതിന്റെ വേദന ആസ്വദിക്കാനും കഴിയുള്ളൂ. അല്ലെങ്കിൽ കഴിയില്ല. അല്ലെങ്കിൽ അവനെ നരകത്തിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോഴേക്കും അവൻ ഉരുകിപ്പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു വലിപ്പത്തിൽ നമ്മൾ നരകത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുമ്പോഴേക്കും, നരകത്തിൽ ഇടണ്ട, നരകത്തിന്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കുമ്പോഴേക്കും നമ്മൾ ഉരുകി ഒന്നുമില്ലാതായി പോയിട്ടുണ്ടാവും. നമുക്ക് ആ നരകത്തിന്റെ ചൂട് അതിൻ്റെതായിട്ടുള്ള ആളുകൾക്ക് അനുഭവിക്കാൻ, ആ വേദന ആസ്വദിക്കാൻ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും? നരകക്കാരുടെ ശരീരം വലിയ അളവിലേക്ക് വലിച്ചു നീട്ടും. ആ നരകക്കാരൻ ഒരു നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്, ഒരു നരകക്കാരന്റെ പല്ല് മാത്രം എത്രത്തോളം ഉണ്ടാവും? ഒളിപ്പല്ല് മാത്രം ഉഹദ് മലയോളം ഉണ്ടാവും. മദീനത്ത് പോയവർക്കറിയാം ഉഹദ് മല എത്രത്തോളം വലിപ്പുണ്ട്. അവന്റെ ഒളിപ്പല്ല് മാത്രം ഉഹദ് മലയുടെ എത്ര ഉണ്ടാവും? ഒരു നരകക്കാരന്റെ. എത്ര നരകക്കാരുണ്ട് നരകത്തില്? എത്ര ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, മനുഷ്യരാശി മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 1999 നരകത്തിലാണ്. ഒരു നരകക്കാരന്റെ വലിപ്പം ഇത്രയാണെങ്കിൽ, ഇത്രയും മനുഷ്യരാശിയിൽ ഇത്രയും ഭൂരിഭാഗം വരുന്ന ഇത്രയും ആളുകളെ നരകത്തിലേക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നരകം എത്ര വലിപ്പുണ്ടാവും? ചിന്തിച്ചു നോക്കണം. ഒരൊറ്റൊരു നരകക്കാരനെ അള്ളാഹു സുബ്ഹാനഹു ഇത്രയും വലിപ്പത്തിലാക്കുമെങ്കിൽ, അതേ നരകത്തിൽ തന്നെ മനുഷ്യരാശിയുടെ 999 1000ൽ അത് പ്രവേശിപ്പിക്കപ്പെടുമെങ്കിൽ, നരകത്തിന് അവരെല്ലാവരും ഉൾക്കൊള്ളണമെങ്കിൽ എത്രമാത്രം വലിപ്പുണ്ടാവും നരകം? എത്രമാത്രം വലിപ്പുണ്ടാവും? പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന വിഷയം എന്താന്ന് വെച്ചാൽ, ഈ ഇത്രയും ആളുകളെയും നരകത്തിൽ ഇട്ട് കഴിയുമ്പോഴും നരകം നിറയൂല. ഇത്രയും ആളുകളെയും നരകത്തിൽ ഇട്ട് കഴിയുമ്പോഴും നരകം നിറയൂല. അല്ലാഹു ഖുർആനിൽ യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. ഖിയാമത്ത് നാളിൽ നാം നരകത്തോട് ചോദിക്കും, ഹലിം തലഅതി, നീ നിറഞ്ഞോ? കാരണം അള്ളാഹ് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് എന്ത്? നരകത്തിനോട് സ്വർഗത്തിനോട് അള്ളാഹ് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ത്? സ്വർഗത്തിനെ സ്വർഗക്കാരെ കൊണ്ട് നിറയ്ക്കാമെന്നും നരകത്തിനെ നരകക്കാരെ കൊണ്ട് നിറയ്ക്കാമെന്ന് അള്ളാഹ് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ നരകത്തിൽ പ്രവേശിപ്പിക്കേണ്ട ആളുകളെ പ്രവേശിപ്പിച്ച് ഓരോരുത്തരെ പ്രവേശിപ്പിക്കും. അള്ളാഹ് നരകത്തോട് ചോദിക്കും, നീ നിറഞ്ഞോ? അപ്പൊ നരകം എന്താ പറയാ? വതഖൂലു ഹൽ മിൻ മസീദ്, ഇനി ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നരകത്തിലേക്ക് ഇടേണ്ട എല്ലാ നരകക്കാരെയും നരകത്തിൽ ഇട്ടിട്ട് പിന്നെയും നരകം ചോദിക്കുക, എന്നെ ഇനിയുണ്ടോ ചോദിക്കും. ഹൽ മിൻ മസീദ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു അവന്റെ കാൽപാദം എന്ത് ചെയ്യും? നരകത്തിന്റെ മേലെ വെക്കും. ഹദീസിന്റെ വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അള്ളാഹു സുബ്ഹാനഹു അവന്റെ കാൽപാദം നരകത്തിന്മേൽ വെക്കുമ്പോഴല്ലാതെ നരകം മതി എന്ന് പറയൂല. അതുവരേക്കും ഇനിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത്രയും
ഭീമാകാര വലിപ്പമാണ്. നമുക്കൊരിക്കലും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തത്രയും വലിയ വലിപ്പമാണ് നരകത്തിനുള്ളത്. നമ്മൾ ശ്രദ്ധിക്കണം. ഈ നരകത്തിന്റെ ഭയാനകത അത് വ്യക്തമാക്കുന്ന വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, സ്വർഗക്കാർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നരകക്കാർ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ മരണത്തെ ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. മരണം എന്നുള്ള കാര്യത്തിന് അള്ളാഹു എന്ത് ചെയ്യും? ഒരു ആടിന്റെ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. എന്നിട്ട് സ്വർഗക്കാരെല്ലാവരും വിളിക്കും, യാ അഹ്ലൽ ജന്ന വിളിക്കും. അപ്പൊ എല്ലാവരും നോക്കും, ശ്രദ്ധിക്കും. നരകക്കാരെയും വിളിക്കും. എല്ലാവരും നോക്കി നിൽക്കെ ഈ മരണത്തെ എന്ത് ചെയ്യും? അറുക്കും. എന്നിട്ട് സ്വർഗക്കാരെ ഖുലൂദുൻ ഫലാ മൗത്ത്, നിങ്ങൾ കാലാകാലം ജീവിച്ചു കൊള്ളുക, നിങ്ങൾക്ക് മരണമില്ല. അത് കേൾക്കുമ്പോൾ അവർക്ക് അങ്ങേറ്റ സന്തോഷമാവും. നരകക്കാരോടും പറയും ഖുലൂദുൻ ഫലാ മൗത്ത്, കാലാകാലം അതിൽ താമസിച്ചോളൂ, നിങ്ങൾക്ക് എന്തില്ല? മരണമില്ല. നമുക്ക് ഏറ്റവും അധികം നമ്മളെ നരകത്തിനെ പറ്റി പേടിപ്പിക്കുന്ന കാര്യം എന്നുള്ളത് അവിടെ മരിക്കാൻ കഴിയില്ല. അവിടുത്തെ നരകവാസികൾ എന്നൊന്ന് മരിപ്പിച്ചു തരാൻ വേണ്ടി കെഞ്ചി ചോദിച്ചു. വനാദൗ യാ മാലികു ലിയഖ്ളി അലൈനാ റബ്ബുക്, നരകക്കാർ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെ വിളിച്ചിട്ട്, നിന്റെ റബ്ബ് ഞങ്ങളെ ഒന്ന് കൊന്നു കളഞ്ഞിരുന്നെങ്കിൽ, ഞങ്ങളെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് ഞങ്ങളെ ജീവിതം അവസാനിപ്പിച്ചൊന്ന് തന്നിരുന്നെങ്കിൽ എന്ന് മാലിക്കിനോട്, നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനോട് നരകവാസികൾ അപേക്ഷിക്കും. അപ്പം മാലിക് എന്താ പറയാന്നറിയോ? ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ മരിച്ചു പോവില്ല, നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരാ, ഇവിടെ നിങ്ങൾ എന്നെന്നും കഴിച്ചു കൂട്ടേണ്ട ആളുകളാണ്, നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല? മരിച്ചുപോയ അവർക്ക് അവിടെ മരിക്കുക എന്നുള്ളത് അവർ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന ഒരു കാര്യം. എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. കാരണം മരിച്ചാൽ റാഹത്താണ്, ഈ അദാബ് അനുഭവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവർ മരിക്കൂല. നേരത്തെ പറഞ്ഞ ആ തൊലി ഉരുകുമ്പോഴേക്ക് എന്ത് ചെയ്യും? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വീണ്ടും പഴയതുപോലെ ഇട്ടുകൊടുത്തുകൊണ്ടേയിരിക്കും. ഓരോന്നും അല്ലെ, തലച്ചോറ് തിളച്ചു മറിഞ്ഞു കഴിയുമ്പോൾ അത് ഉരുകിപ്പോയ അവസ്ഥയിലാകുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും. അതുപോലെ തന്നെ നെഞ്ചകത്തേക്ക്, ഹൃദയങ്ങളിലേക്ക് ഈ നരകത്തി പടർന്നു കയറും എന്ന ആയത്തുകൾ കാണാം. അപ്പൊ അങ്ങനെ പടർന്നു കയറി ആ ഹൃദയം പൊട്ടി പൊളിഞ്ഞു പോകുമ്പോൾ, തകർന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അത് വീണ്ടും പഴയ അവസ്ഥയിലേക്കാകും. ഒന്നും എന്ത് ചെയ്യുന്നില്ല? നമ്മുടെ ജീവിതത്തെ ജീവനെ ഇല്ലാതാക്കുന്നില്ല. അവിടെ നരകക്കാരിൽ ഒരാളും മരിച്ചു പോകുന്നില്ല. മറിച്ച് എന്നുവെച്ചാൽ അവന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ജീവൻ നഷ്ടപ്പെടാത്തത് കൊണ്ട്, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അവൻ ഓരോ സെക്കൻഡിലും ആ വേദന അനുഭവിക്കുക എന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേദനിക്കണ്ടല്ലോ. അല്ലെങ്കിൽ തൊലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഉരുകിപ്പോയി കഴിഞ്ഞാൽ പിന്നെ വേദനിക്കൂലല്ലോ. ഓരോ സെക്കൻഡിലും അവിടെ വേദനയാണ്. വേദനിക്കാത്തൊരു സമയം, ഒരു സെക്കൻഡ് അവിടെ കഴിഞ്ഞു പോകൂല, മുഴുവനും വേദനയാണ്. ഇനി അത് മാത്രല്ല, നമ്മൾ ശ്രദ്ധിക്കണം, ഈ വേദന കുറെ കഴിഞ്ഞാൽ, ഇപ്പൊ ദുനിയാവിലൊരു ശിക്ഷയാണെന്ന് വിചാരിക്കുക, ഏറ്റവും ക്രൂരനായ ഒരാളാണ് ശിക്ഷിക്കുന്നത് വിചാരിക്കുക, എന്നാൽ പോലും എത്ര മാക്സിമം പോയാലും കുറച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ശമനം, കുറച്ചൊരു ഇളവ് വരും. ശിക്ഷിക്കുന്ന മനുഷ്യന്മാരാ. ശിക്ഷിക്കുന്നവന് വയ്യാണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ശിക്ഷയ്ക്ക് ഒരു ചെറിയൊരു ഇളവ് വരും. അല്ലെങ്കിൽ 5 മിനിറ്റ് നിർത്തി വയ്ക്കും, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക ചെയ്യും ശിക്ഷിക്കുന്ന ആൾ. പക്ഷെ നരകത്തിൽ അങ്ങനെയാണോ? നരകത്തിൽ ശിക്ഷിക്കുന്നത് മലക്കുകളാണ്. ഈ മലക്കുകളാണെങ്കിൽ ക്ഷീണിക്കൂല എന്ന് മാത്രല്ല, അവർക്ക് ഇവരുടെ കരച്ചിലും നിലവിളിയും അങ്ങേയറ്റത്തെ വിഷമവും സങ്കടവും ഒന്നും കണ്ട് ഇവർക്കൊരു സിമ്പതിയും തോന്നൂല, ഒന്നും തോന്നൂല, ഒരു പരിഗണന അവരോട് തോന്നൂല, ഒരു റഹ്മത്തും തോന്നൂല. അല്ലെ, അള്ളാഹ് പറഞ്ഞ ഗിലാദുൻ ഷിദാദുൻ എന്ന നരകക്കാരെ പറ്റി, നരകക്കാരിലുള്ള മലക്കുകളെ പറ്റി, അതിന്റെ കാവൽക്കാരായ മലക്കുകളെ പറ്റി, അങ്ങേയറ്റം പരുക്ക ഹൃദയരും അതിശക്തന്മാരുമാണെന്ന് പറഞ്ഞു. അവരുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് ശിക്ഷിച്ച് അവർക്ക് ക്ഷീണം വരൂല. മലക്കുകൾക്ക് അങ്ങേയറ്റ ശക്തന്മാരാ.
എന്ന് മാത്രമല്ല, ഇവരുടെ നിലവിളിയും വേദന കൊണ്ടുള്ള കരച്ചിലും മറ്റൊന്നും കണ്ടിട്ട് ഇവർക്ക് അവരോടൊരു സോഫ്റ്റ്നെസ് തോന്നൂല. അള്ളാഹ് എത്രത്തോളം കഠിനമായ ശിക്ഷ അവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ ശിക്ഷ ഇവർ കരഞ്ഞാലും എന്ത് ചെയ്താലും, അല്ലേ? ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, നരകക്കാരൻ കരഞ്ഞ് 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 അവന്റെ കണ്ണുനീര് കഴിയും, വറ്റിപ്പോവും. പിന്നെ അവൻ ചോര കരയാൻ തുടങ്ങും. നരകക്കാരൻ ചോര കരയാൻ തുടങ്ങും. ഈ ചോര കരഞ്ഞ് കരഞ്ഞ് അവസാനം എന്താവും? ഈ നരകക്കാരന്റെ കണ്ണുനീര് മാത്രം കപ്പൽ ഓടിക്കാൻ മാത്രമുള്ള അത്രയായിത്തീരും. അത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്നില്ല, അത്രയധികം അവൻ കരയും. നരകക്കാരൻ എന്നുള്ളത് അത്രയധികം അവൻ കരയും. ഈ രൂപത്തിൽ വളരെ കഠിനമായ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ ശിക്ഷകൾക്കിടയിൽ മറ്റൊരു വലിയൊരു ശിക്ഷ കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? അവർ അവിടെ നിന്ന് അവർക്ക് അപമാനിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന വാക്കുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും. എന്നുവെച്ചാൽ ശരീരത്തിന് മാത്രമല്ല അവിടെ ശിക്ഷ ഉള്ളത്, റൂഹിന് ശിക്ഷയുണ്ട്. അവർ അവിടെ നിന്ന് അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും, അല്ലേ? തലയ്ക്ക് മുകളിൽ കൂടെ അങ്ങേയറ്റം തിളച്ചു മറിയുന്ന വെള്ളം അല്ലെങ്കിൽ പാനീയം അത് തലയിൽ മുകളിൽ കൂടി ചൊരിയുമ്പോ എന്താ പറയുന്നറിയോ? ഖുറാനിൽ കൊടുക്കുന്നുണ്ട് അല്ലാഹ്, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, ഇതാ അനുഭവിക്കുക, ആസ്വദിക്കുക, നീ അങ്ങേയറ്റം പ്രതാപശാലിയും വളരെയധികം മാന്യനുമാണല്ലോ, നീ ആസ്വദിക്കുക, കളിയാക്ക. ഇങ്ങനെയുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും അപമാനങ്ങളും ഇത് ശരീരത്തിനുള്ള ശിക്ഷകൾക്ക് പുറമെ അവർക്ക് അവിടെ നിന്ന് നേരിട്ട് കൊണ്ടേയിരിക്കേണ്ടി വരും. അവരവിടെ നിന്ന് ഒരു നിവൃത്തിയില്ലാതെ നാശത്തിന് വിളിക്കുമ്പോൾ അപ്പോഴും അവർക്ക് അപമാനം തന്നെയാണ്. നിങ്ങൾ ലാ തദ്ഉൽ യൗമ സുബൂറൻ വാഹിദ, നിങ്ങൾ ഒരു നാശത്തിന് വിളിക്കണ്ട, വദ്ഉ സുബൂറൻ കസീറ, കുറെ നാശങ്ങൾ വിളിച്ചോളാൻ പറയും. ഒരു നിലയ്ക്കും അവർക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ടുള്ളൊരു റാഹത്ത്, സമാധാനം, ആശ്വാസം പോലും അവിടെ നിന്ന് കിട്ടൂല. ശാരീരികമായിട്ടുള്ള കിട്ടൂല, മാനസികമായിട്ടുള്ള ഒരു നിലയ്ക്കുമുള്ള സമാധാനവും ആശ്വാസവും അവിടെ നിന്ന് കിട്ടൂല. ഈ ദുനിയാവിലെ ഏറ്റവും കഠിനമായ ശിക്ഷകൾ, അതിൽ എന്തെങ്കിലും ഒരു ആശ്വാസമായിട്ട് എന്ത് ചെയ്യും? ഒരു തണുത്ത കാറ്റോ അല്ലെങ്കിൽ കുടിക്കാനുള്ളൊരു പച്ചവെള്ളമോ എന്തെങ്കിലും ഒരു പാനീയമോ എന്തെങ്കിലും കിട്ടും, അല്ലെങ്കിൽ ഒരു ഭക്ഷണമോ എന്തെങ്കിലും. ദുനിയാവിൽ അങ്ങനെയാണ് മനുഷ്യന്മാർ ശിക്ഷിക്കുമ്പോൾ, എങ്ങനെ ശിക്ഷിച്ചാലും എത്ര കഠിനമായ ശിക്ഷയാണെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ആശ്വാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ ഈ ആശ്വാസമായിട്ട് നൽകപ്പെടുന്നത് എന്താ? അവിടുത്തെ കാറ്റ് ഇളം കാറ്റാണോ, തണുപ്പുള്ള കാറ്റാണോ? അല്ല, അങ്ങേയറ്റത്ത് ചൂടുള്ള കാറ്റാണ്. അവിടെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം വളരെ നല്ല, ഒന്നും വേണ്ട, സാധാ പച്ച വെള്ളമാണെങ്കിൽ പോലും അവർക്കത് അങ്ങേയറ്റത്തെ വലിയ ആശ്വാസമാവും. പക്ഷെ അവിടെ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം എന്താ? ആ വെള്ളത്തെ പറ്റി അള്ളാഹ് ആയത്തിൽ പറയുന്നത്, ഈ വെള്ളം അവർ കുടിക്കാൻ വേണ്ടി ഇവരെ മുഖത്തിന്റെ അടുത്തേക്ക് എത്തിക്കുമ്പോ, ചുണ്ടി കൂടെ ഇറക്കിയിട്ടാണല്ലോ കുടിക്കാൻ, ഈ വെള്ളം മുഖത്തിനടുത്തേക്ക് എത്തുമ്പോ ഈ മുഖം എന്ത് ചെയ്യും? കരിഞ്ഞു പോകുന്ന, മുഖത്തിലെ മാംസങ്ങൾ ഉരുകിപ്പോകുന്ന. എവിടേക്ക് എത്തുമ്പോ? കുടിച്ചിട്ടില്ല. കുടിക്കാൻ വേണ്ടി ഈ പാനീയം മുഖത്തിനടുത്തേക്ക് എത്തിക്കുമ്പോഴേക്കും ആ പാനീയം മുഖത്തിലെ മാംസങ്ങൾ ഉരുക്കിക്കളയും. പക്ഷെ അവർ അത് കുടിക്കും, കാരണം അവർക്കതല്ലാതെ വേറൊന്നും അവിടെ കുടിക്കാനില്ല. അവർക്കതല്ലാതെ അവിടെ വേറൊന്നും കുടിക്കാനില്ല. അങ്ങേയറ്റം ചൂടുള്ള, അങ്ങേയറ്റം വൃത്തികെട്ട ദുർഗന്ധമുള്ള ഹദീസുകൾ കാണാം. നരകക്കാരൻ കുടിക്കുന്ന പാനീയം ശ്രദ്ധിക്കണം. നരകക്കാരൻ ഇത് കുടിച്ച് എന്താ പറയാ, ഷുർബൽ ഹീം ഫമാലി ഊന മിൻഹൽ ബുത്തൂൻ, ഇവൻ നരകക്കാരൻ കുടിച്ച് വയർ നിറയ്ക്കുന്ന പാനീയാണ്. ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി ഈ ദുനിയാവിൽ വീണ് കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരു മനുഷ്യനും ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കും. അത്രയും വിഷാംശവും ദുർഗന്ധവും വല്ലാത്തൊരു ദുസ്സഹ്യമായിട്ടുള്ള അവസ്ഥയാണ് ഈ പാനീയത്തിനുള്ളത്. ഇതാണ് അവൻ കുടിക്കുക. ഇത് കുടിച്ച് അവന് എന്താ പറയാ, ഇത് കുടിക്കാതെ അവന് വേറൊന്നും അവിടെ കുടിക്കാൻ കിട്ടാത്തതുകൊണ്ട് അവൻ നിവൃത്തിയില്ലാതെ ഇത് കുടിക്കേണ്ടി വരികയാണ്.
വേറൊന്നും അവന് കുടിക്കാനില്ല, വേറൊന്നും കുടിക്കാൻ കൊടുക്കപ്പെടൂല. എത്ര കരഞ്ഞ് ചോദിച്ചാലും അവനാകെ കുടിക്കാൻ കൊടുക്കപ്പെടുക ഇത് മാത്രമാണ്. അതേപോലെ തന്നെ നരകക്കാരന് കൊടുക്കുന്ന ഭക്ഷണം അതും ഇതേപോലെ തന്നെ ഒരിക്കലും തൊണ്ടയിൽ നിന്ന് ഇറങ്ങാത്ത, കഴിച്ചാൽ ഒരു ഗുണവും കിട്ടാത്ത, വിശപ്പം കഴിച്ചത് കൊണ്ട് കിട്ടേണ്ട ഒരു കാര്യം എന്ത് ചെയ്യില്ല അവിടെ ഉണ്ടാവും. ശരീരത്തിനൊരു പോഷണം ഉണ്ടാവൂല, വിശപ്പ് മാറൂല, ഒന്നും കിട്ടൂല, ഒരു ഗുണം ഉണ്ടാവൂല, കഴിക്കാനായിട്ട് കഴിയൂല. അങ്ങനത്തെ ഒരു ഭക്ഷണം, ഇതാണ് നരകക്കാരന് കഴിക്കാൻ കൊടുക്കപ്പെടുന്ന ഭക്ഷണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നരകത്തിന്റെ വിശേഷണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഭയാനകതയൊക്കെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഈ നരകത്തെ പേടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ നരകത്തെ സംബന്ധിച്ച് പേടിക്കുക എന്നുള്ളത് അതൊരു ഇബാദത്താണ്. നരകത്തെ സംബന്ധിച്ചുള്ള പേടി എന്നുള്ളത് അത് ഇബാദത്താണ്. ആ പേടി നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളത് അത് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നല്ല ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വാളിറ്റിയാണ്. ഇതെന്തിനാ എടുത്തു പറയുന്നത് വെച്ചാൽ, ഇന്ന് പല ആളുകളും പ്രത്യേകിച്ച് എന്താ പറയാ, ഈ ആധുനികമായിട്ടുള്ള ഈ മോഡേൺ ചിന്തകളുമായി നടക്കുന്ന ആളുകൾ, അതില് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, അങ്ങനത്തെ ഒക്കെ പല കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ പല വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷനിൽപ്പെട്ട പല ആളുകളും കണക്കാക്കുന്നത് നരകം എന്ന് പറഞ്ഞാൽ ഒരു എന്നുവെച്ചാൽ അത്ര നല്ല സ്ഥലമല്ല, എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം, എന്നുവെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോവാം, പ്രശ്നമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും ചിന്തിക്കുന്നത്, നമ്മൾ പല ആളുകളോട് നരകത്തെ സംബന്ധിച്ച് നമ്മൾ പേടിപ്പെടുത്തുമ്പോൾ, നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ നരകത്തിലേക്ക് എത്തും എന്ന് പറയുമ്പോൾ അവർ ചോദിക്കെന്താ, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ നരകത്തിലേക്ക് ഇന്ന ആളും പോവും, അവര് പോവും, ഇവര് പോവും, കുറെ ആൾക്കാർ പേര് പറയും, ഇവരൊക്കെ നരകത്തിലാണോ? അപ്പൊ നമ്മൾ അതേന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാൻ അവരുടെ കൂടെ എന്ത് ചെയ്തോളാം, നരകത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കോളാം എന്ന് പറയും. നമ്മൾ ശ്രദ്ധിക്കണം, നരകക്കാരന്റെ ശരിക്കുള്ള അവസ്ഥ, അവൻ നരകത്തെ നേരിൽ കാണുന്ന അവസ്ഥ നിങ്ങൾ ശ്രദ്ധിക്കണം. നരകത്തിലേക്ക് എത്തണ്ട, പ്രവേശിക്കൊന്നും വേണ്ട. അള്ളാഹ് ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ പറയും, നമ്മളൊക്കെ കേൾക്കുന്ന ആയത്താണ്, ഖിയാമത്ത് നാളിൽ മനുഷ്യന്മാർ നരകത്തെ കാണുന്ന രംഗമുണ്ട്. നരകത്തിലേക്ക് കയറിയിട്ടൊന്നുമില്ല, നരകത്തെ കാണുന്ന രംഗം അള്ളാഹു സുബ്ഹാനഹു ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. ആ കാണുന്ന മാത്രയിൽ അവരെന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാകും, ഞങ്ങൾ ഈ അള്ളാഹുവിനനുസരിക്കാത്ത ആളുകൾക്കൊക്കെ മനസ്സിലാകും ഞങ്ങൾ ഏറ്റവും വലിയ അബദ്ധത്തിലായിരുന്നു, ഞങ്ങൾക്ക് പറ്റിയത് ഏറ്റവും വലിയ നഷ്ടമാണ്, അവർക്ക് മനസ്സിലാവും. കാരണം നരകത്തിന് അള്ളാഹു കൊണ്ടുവരുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. നരകത്തിന് എത്ര കടിഞ്ഞാളുകളുണ്ട്. കടിഞ്ഞാണെന്ന് പറഞ്ഞാൽ അതിനെ വലിക്കുന്ന ആ കാര്യത്തിനാണ് കടിഞ്ഞാണെന്ന് പറയാം. കുതിരകൾക്കൊക്കെ അതുപോലെ തന്നെ മൃഗങ്ങൾക്കൊക്കെ കടിഞ്ഞാണുണ്ടാവും. നരകത്തിന് 70,000 കടിഞ്ഞാണുണ്ട്. നരകത്തിന് 70,000 കടിഞ്ഞാണുകളുണ്ട്. ഈ 70,000 ഓരോ കടിഞ്ഞാണിലും 70,000 മലക്കുകളുണ്ട്. 70,000 മലക്കുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ മലക്കുകൾ എത്രയും ദുർബലരായതുകൊണ്ടാണ് 70,000 മലക്കുകളൊക്കെ വേണ്ടി വന്നത്. നമ്മൾ സാധാരണ അങ്ങനെയാണല്ലോ, വലിയൊരു സാധനം, വെയിറ്റുള്ള സാധനം തള്ളാൻ നമുക്ക് ഒറ്റയ്ക്ക് പറ്റാണ്ടാവുമ്പോൾ 4-5 ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്യും, തള്ളിക്കൊണ്ടുപോകും. നമ്മൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഏറ്റവും ശക്തിമത്തായ, അങ്ങേയറ്റം എന്താ പറയുക, കരുത്തുള്ള മലക്കുകളിൽപ്പെട്ട 70,000 മലക്കുകളാണ് ഓരോ കടിഞ്ഞാണിലും. എന്നിട്ട് പോലും അവർക്ക് ഇത്രയധികം മലക്കുകൾ ഉണ്ടായിട്ട് പോലും അവർക്ക് ഈ നരകത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, പൊക്കിക്കൊണ്ടുവരാൻ സാധിക്കുക, അവർ വലിച്ചാ കൊണ്ടുവരും. നമുക്കൊരു സാധനം അത്രയധികം വെയിറ്റ് ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കുക, പൊക്കാൻ കഴിയാതാവുമ്പോൾ എന്ത് ചെയ്യും, വലിച്ചു കൊണ്ടുവരും.
ഇതേപോലെ നരകത്തെ ഇത്രയും മലക്കുകൾ 70,000 കടിഞ്ഞാണുകളിൽ ഓരോന്നിലും 70,000 മലക്കുകൾ ചേർന്ന് അവരതിനെ വലിച്ചാണ് കൊണ്ടുവരിക. ഈ നരകത്തെ കാണുമ്പോൾ എല്ലാവർക്കും യാഥാർത്ഥ്യം വരും. അപ്പൊ അവൻ പറയുന്ന എന്താണ്? യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. അപ്പൊ അവൻ പറയുന്ന എന്ന് മാത്രല്ല, ഹദീസുകൾ വിശദമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ആയത്തുകളിലും വന്നിട്ടുണ്ട്. ഈ നരകക്കാരൻ ഒരുപാട് വിലാപങ്ങൾ പറയും. അതിലൊരു വിലാപമാണ് എന്ത്? അള്ളാഹുവിനോട് നരകക്കാരൻ പറയണം, ഈ ദുനിയാവിലുള്ള എല്ലാവരെയും എന്ത് ചെയ്തോ, എനിക്ക് പകരം നരകത്തിലേക്ക് എടുത്തു. ഈ ദുനിയാവിലുള്ള എല്ലാവരെയും, എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും മക്കളെയും ഭാര്യയെയും അയൽക്കാരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും, ഈ ദുനിയാവിലുള്ള എല്ലാ ആളുകളെയും റബ്ബേ നീ നരകത്തിലേക്ക് ഇട്ടോ, പക്ഷെ എന്നെ ഒന്ന് എന്ത് ചെയ്യണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് നരകക്കാരൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടും. ഒരുപാട് ആയത്തുകൾ പലതരത്തിൽ വന്നിട്ടുണ്ട്. ചില ആയത്തിൽ അള്ളാഹ് പറയുന്ന എന്താ? നരകക്കാരന് ഭൂമി നിറയെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത് കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനേ ശ്രമിക്കുള്ളൂ. നമ്മൾ പല ആളുകളും ചിന്തിക്കുന്നത് പോലെ ഒരിക്കലും എന്തല്ല, നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് മലക്കുകളൊക്കെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജയിലിൽ ചാടുന്ന പോലെ ജയിലൊക്കെ ചാടി രക്ഷപ്പെട്ട് അങ്ങനത്തെ ഒരു സ്ഥലമല്ല അത്. നരകം എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അനങ്ങാൻ കഴിയില്ല. നമ്മൾ ശ്രദ്ധിക്കണം, അനങ്ങാൻ കഴിയില്ല. നരകക്കാരൻ അവൻ ഉദ്ദേശിക്കുന്ന പോലെ അനങ്ങാൻ സാധിക്കില്ല അവിടെ. ഇനി അനങ്ങി തന്നെ വെക്കുക, നരകത്തിന്റെ മതിൽക്കെട്ടുകൾ, അതിന്റെ എന്താ പറയാ ബൗണ്ടറികൾ, അതൊരിക്കലും ഒരാൾക്കും ചാടിക്കടക്കാനോ മറികടക്കാൻ പറ്റാത്ത രൂപത്തിലാണ്. അവൻ അവിടെ ലോക്കാണ്. വളരെ എന്താ പറയാ, നമ്മൾ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, സാങ്കല്പികമായി എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരാകരുത് മുസ്ലിമീങ്ങൾ. നമുക്ക് ഈ നരകം റബ്ബ് നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നരകം നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ കൺമുന്നിൽ ഈ നരകം എപ്പോഴും ഉണ്ടായിരിക്കണം. ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും, ഓരോ സന്ദർഭത്തിലായിത്തീരുമ്പോഴും, ആളുകൾ കാണാത്ത സന്ദർഭത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ഈ നരകശിക്ഷയെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. നമ്മൾ ഈ നരകത്തിലേക്ക് എത്തിപ്പെട്ടാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് ഒരാൾക്കും താങ്ങാൻ കഴിയുന്ന ചൂടല്ല, വേദനയല്ല നരകത്തിലുള്ള. നമുക്ക് ഒരാൾക്കും താങ്ങാൻ കഴിയില്ല. അള്ളാഹ് പറയുന്ന എന്താ? അള്ളാഹ് ശിക്ഷിക്കുന്നത് പോലെ എന്ത് ചെയ്യില്ല, ഒരാളും ശിക്ഷിക്കൂല. അള്ളാഹ് പിടിച്ച് ബന്ധിക്കുന്നത് പോലെ ഒരാളും ബന്ധിക്കൂല. യൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. അന്നേ ദിവസം അള്ളാഹ് ശിക്ഷിക്കുന്നത് പോലെ ഒരാളും അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങേയറ്റം വേദനയുള്ള. നമ്മൾ നരകത്തെ പറ്റി നമ്മൾ എപ്പോഴും അതിന്റെ ഒരു ഭയാനകത നമുക്ക് തോന്നുന്നില്ലെങ്കിൽ ഈ നരകത്തിന്റെ റബ്ബാരാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഈ നരകത്തിന്റെ റബ്ബാരാണ്. ഒരു അധികാരി എത്രത്തോളം വലിയ അധികാരിയാവുന്നോ അയാളിൽ നിന്ന് കിട്ടാവുന്ന ശിക്ഷയുടെ കാഠിന്യം അത് കൂടാനുള്ള ചാൻസ് എന്താണ്, വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. ഏറ്റവും വലിയ അധികാരിയായ രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അവന്റെ ശിക്ഷയാണ് നരകമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, അത് നമുക്കൊരിക്കലും താങ്ങാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. അപ്പൊ നമ്മൾ എന്താ പറയാ, എങ്ങനെയെങ്കിലും നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടാണോ നമുക്ക് നമ്മുടെ തടിയെ നരകത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുക, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. അത് അള്ളാഹു ഖുർആനിൽ പറയുന്ന വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ഇബ്തിഗാഅ മർളാത്തില്ലാഹ്. ജനങ്ങളിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തെ വിറ്റ് കളഞ്ഞവരാണ്. സ്വന്തത്തെ, ഇതൊരു കച്ചവടമാണ്, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കച്ചവടത്തിലാണ് എല്ലാ മനുഷ്യന്മാരും. ചില ആളുകൾ എന്ത് ചെയ്യും,
ദുനിയാവ് വിറ്റിട്ട് പരലോകം വാങ്ങിക്കും. ദുനിയാവ് വിറ്റിട്ട് പരലോകം വാങ്ങിക്കും. വേറെ ചിലർ പരലോകം വിറ്റിട്ട് ദുനിയാവ് വാങ്ങിക്കും. ഇത് രണ്ടും മനുഷ്യന്മാർക്ക് ചെയ്യാം. ഒന്ന് അങ്ങേയറ്റത്തെ ലാഭകരമായ കച്ചവടവും മറ്റൊന്ന് അങ്ങേയറ്റത്തെ നഷ്ടകരമായ കച്ചവടമാണ്. നമ്മൾ ഈ ദുനിയാവിൽ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും മാക്സിമം എത്ര ജീവിച്ചാലും നമുക്ക് ഈ ദുനിയാവിൽ ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ക്ഷീണം വരും, രോഗം വരും, വയസ്സാകും, ഇനി നമ്മൾ മരണപ്പെട്ടു പോകും. അതുപോലെ തന്നെ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, നാട്ടുകാരുടെ പരിഹാസങ്ങളുണ്ട്, കുറ്റപ്പെടുത്തലുകളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, പല തുറിച്ചുനോട്ടങ്ങളുണ്ട്, ചില കളിയാക്കലുകളുണ്ട്, പലതുണ്ട്. ഇതൊക്കെ കേട്ട് സഹിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഈ ദുനിയാവ്, അത് ഏറ്റവും വലിയ സമ്പന്നനും ഏറ്റവും വലിയ സൗകര്യമുള്ള ആൾക്കും ലോകത്ത് ഏറ്റവും വലിയ പ്രശസ്തിയുള്ള ആൾക്കും ഒരുപാട് പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ ദുനിയാവ് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് പരലോകത്തിന് പകരം വാങ്ങുക എന്ന് പറയും. പരലോകം എങ്ങനെയാ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എന്തില്ല? വിശപ്പില്ല, ദാഹമില്ല, ക്ഷീണമില്ല, ഉറക്കമില്ല, രോഗമില്ല, വയസ്സാകുന്നില്ല, മരിക്കുന്നില്ല. നമുക്കവിടെ സ്വർഗത്തിൽ മണിമാളികകളോ ഹോറിലിങ്ങളോ പുഴകളോ ഒന്നുമില്ല എന്ന് തന്നെ വിചാരിക്കുക. നമ്മൾക്ക് ഈ ഒരു അനുഗ്രഹം മാത്രം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദുനിയാവ് നമുക്ക് അതിനോട് പകരാവൂല. ഈ ദുനിയാവ് ഒരിക്കലും അതിനോട് പകരാവൂല. എന്ന് വെച്ചാൽ ഈ ദുനിയാവിൽ നമുക്ക് എത്ര സൗകര്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് രോഗം വരുന്നില്ല എന്ന് വിചാരിക്കുക. നമുക്ക് വയസ്സാകുന്നില്ല, ക്ഷീണം വരുന്നില്ല, ഉറക്കം വരുന്നില്ല, മറ്റെന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ കുത്തുവാക്കുകളോ പരിഹാസങ്ങളോ ഒന്നും കേൾക്കേണ്ടി വരുന്നില്ല എന്ന് വിചാരിക്കും. പക്ഷെ എന്നാലും നമ്മൾ മരിക്കും. എന്നാലും നമ്മൾ ഈ ദുനിയാവിൽ മരിക്കും. ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ദർഭത്തിൽ സ്വഹാബത്തിന്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചത്ത ആടിനെ കാണാം. ചെവി മുറിഞ്ഞൊരാട്, വൈകല്യമുള്ളൊരാട്. ഈ ആടിനെ മറ്റേ ചെവിയിൽ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൂക്കി പിടിക്കുകയാണ് ആടിനെ. എന്നിട്ട് സ്വഹാബത്തിന് ചോദിക്കുകയാണ്, എന്നിൽ നിന്ന് ഈ ആടിനെ ആരാണ് ഒരു ദിർഹമിന് വാങ്ങിക്കുക? ഇപ്പൊ സ്വഹാബത്ത് ചോദിക്കണം, അള്ളാഹുവിന്റെ റസൂലെ, അത് ഒന്നാമത് ചത്ത ആടാണ്. ജീവൻ ഉണ്ടെങ്കിൽ പോലും ആ ആടിനെ ആരും എന്തെങ്കിലും ഒരു ദിർഹമിന് വാങ്ങിക്കൂല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതേപോലെ ചത്ത ജീവനില്ലാത്ത വൈകല്യമുള്ള ഒരാടാണ് എന്ത് ഈ ദുനിയാവ് എന്നുള്ളത്. ഈ വൈകല്യമുള്ള ചത്ത ആടിന്റെ പുറകെ സിംഹങ്ങൾ ഒരിക്കലും പോകൂല. കണ്ടിട്ടുണ്ടോ? സിംഹം എത്ര വിശന്നാലും ചത്തൊരാടിന് തിന്നൂല. നമ്മൾ ഒരിക്കലും ഈ ദുനിയാവിന്റെ പുറകെ നമ്മൾക്ക് ഏറ്റവും നല്ലത് റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും നല്ലത് റബ്ബ് നിശ്ചയിച്ചു. നമുക്ക് ഏറ്റവും നല്ലത് പിന്നേക്കും ദുനിയാവ് ആദ്യവും നിശ്ചയിച്ച് എന്താന്ന് വെച്ചാൽ അതൊരു പരീക്ഷനാണ്. അതൊരു പരീക്ഷനാണ്. നമ്മൾ ഈ ഒരു ചെറിയ ഏറ്റവും മാക്സിമം പോയ 100 കൊല്ലം അത്രേ നമ്മൾ ജീവിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചു 100 കടക്കുന്ന ഒരു അപൂർവമാണ്. ഈ 100 കൊല്ലം നമ്മൾ ഒന്ന് കടിച്ചു പിടിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ തൽക്കാലം ഒന്ന് പിടിച്ചു വെച്ച്, താല്പര്യങ്ങളെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ച്, നമ്മുടെ ഇഷ്ടങ്ങളെ തൽക്കാലം ഒന്ന് ഒതുക്കി വെച്ച് ഒന്ന് കടിച്ചു പിടിച്ച് ക്ഷമിച്ചെന്ന് കണ്ണടച്ച് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുഴുവൻ ആസ്വാദനങ്ങളാണ്. മുഴുവൻ നമ്മളെ എൻജോയ്മെന്റ് എന്ന് പറയില്ലേ, പിന്നെ അങ്ങോട്ട് എൻജോയ്മെന്റ് ആണ് മുഴുവൻ. നമുക്ക് എന്തും ചെയ്യാം, എന്തും പറയാം, എന്തും നോക്കാം, എവിടെയും പോകാം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയാണ് പിന്നീട് അങ്ങോട്ട് മുഴുവൻ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ആഖിറ മറക്കുന്നവരാകരുത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ നമ്മൾ പരലോക വിശ്വാസം, നരകത്തെ സംബന്ധിച്ച് സ്വർഗത്തെ സംബന്ധിച്ചു അള്ളാഹുവിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മറന്നു പോകുന്നു. അതാണ് നമ്മുടെ ഹൃദയം നന്നാകുന്നത് ഈ ഒരു അടിസ്ഥാനത്തിലൂടെ, ഈമാനിലൂടെ. നമ്മുടെ ഹൃദയം നന്നാകുന്നത് ഈ ഒരു അടിസ്ഥാനം, നമ്മുടെ ഹൃദയം കൽബ് നന്നാകുന്നത് ഈമാൻ കൊണ്ടാണ്. ഈ ഈമാൻ കൊണ്ടാണ് പരലോകത്തെ സംബന്ധിച്ചു
അതുകൊണ്ടല്ലേ അള്ളാഹു എപ്പോഴും ഖുർആൻ ഹദീസുകൾ കാണാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഒരുപാട് ഹദീസുകൾ കേട്ടിട്ടുണ്ടാവും. ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഈമാനിന്റെ അടിസ്ഥാനം. അപ്പൊ ഈ അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, ബാക്കിയൊക്കെയും ശരിയാവും. അള്ളാഹു സുബ്ഹാനഹു ഒരുപാട് ആയത്തുകൾ പറയുന്നു, അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ആരാണോ റബ്ബിന്റെ മുന്നിലുള്ള നൃത്തത്തെ ഭയപ്പെടുന്നത്, അങ്ങനെ സ്വന്തം നഫ്സിനെ അത് താല്പര്യപ്പെടുന്ന കാര്യങ്ങളിൽ തടയുന്നത്. ശ്രദ്ധിക്കണം, നമുക്ക് നമ്മുടെ നഫ്സിനെ അത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തടയണമെങ്കിൽ എന്ത് പോകണം? നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ഞാൻ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ടവനാണ്. ഈ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്ക് എല്ലാവർക്കും നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചുള്ള ശരിയായ ചിന്ത നമ്മുടെ മനസ്സിൽ നിലനിർത്താനും ആ ചിന്ത അത് നമ്മുടെ ജീവിതത്തിലുടനീളം സ്വാധീനിക്കാൻ, ഹറാമുകൾ വിട്ടു നിൽക്കാൻ, വാജിബുകൾ പൂർത്തീകരിക്കാൻ, അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കാൻ ഒക്കെ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നതുപോലെ, നമ്മൾക്ക് കാണിച്ചെന്നതുപോലെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? നരകത്തെ സംബന്ധിച്ച് റബ്ബിനോട് രക്ഷ തേടിക്കൊണ്ടേയിരിക്കണം. അതേപോലെ നരകത്തെ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സബബുകൾ സ്വീകരിക്കുകയും വേണം. അതിനുള്ള സബബുകൾ നമ്മൾ സ്വീകരിക്കുകയും വേണം. അപ്പൊ അത്തരം സബബുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിച്ചറിയണം. ഒരു കാര്യം നരകത്തിലേക്ക് എത്തിക്കുന്ന നിങ്ങൾക്ക് ഹദീസുകളോ ആയത്തുകളോ വന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു കാര്യം നരകത്തെ തൊട്ട് രക്ഷയാകും എന്ന ആയത്തുകളോ ഹദീസുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം, വർദ്ധിപ്പിക്കണം. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും നരകത്തിന്റെ ഒരു ലാഞ്ചന പോലും ഏൽക്കാതെ, വിചാരണ കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗത്തിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു മനസ്സിലാക്കാനും അത്തരം വഴികൾ ജീവിതത്തിൽ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനും റബ്ബ് സുബ്ഹാനഹു വതആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.